أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. صدق الله مولانا العظيم. ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും അവസാനം നല്ലവരായി മരിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. കഴിഞ്ഞ തവണ നമ്മൾ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില മഹത്വങ്ങൾ പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ റിയാദുസ് സ്വാലിഹീന്റെ തുടക്കം കുറിക്കുകയാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നാം ഓരോരുത്തരുടെയും, നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയവരുടെയും ശേഷം വരാനിരിക്കുന്നവരുടെയും എല്ലാവരുടെയും ആത്മീയമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥരചനയാണ് റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. തീർച്ചയായും റിയാദുസ് സ്വാലിഹീൻ അത് ശരിയാവണ്ണം ഓടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്തിയാൽ നിറയുകയും ആത്മീയ ഉന്നതിയിലേക്ക് പറന്ന് ഉയരുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. അത്രമാത്രം കനപ്പെട്ട ഹദീസുകളും മനുഷ്യനെ എല്ലാ നിലക്കും ചിന്തിപ്പിക്കുകയും ആത്മീയമായി അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടുള്ള ഹദീസുകളും സംഭവങ്ങളുമാണ് അതുപോലെ ആയത്തുകളും ഒക്കെയാണ് ഈ കിതാബിൽ അടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് അതിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم زدنا علما نافعا. اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وقضي حوائجنا واشف أمراضنا. اللهم اغفر لنا ولوالدينا ولأساتذتنا ولتلاميذنا ولسائر المسلمين والمسلمات ولأئمة هذا الدين. സ്നേഹമുള്ള സഹോദരന്മാരെ, വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ ക്ലാസ് ഒരു വയലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ദർസ് തന്നെയാണ്. അല്ലാഹു തആല ആ നിലക്ക് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ഈ ദർസാകുമ്പോ ഒരു വയലിന്റെ ഒഴുക്കൊന്നും നമുക്ക് പ്രതീക്ഷിക്കാവതല്ല. എന്നാലും നമുക്ക് ധാരാളം കാര്യങ്ങൾ ദർസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ അതവോടെ കുരുത്തത്തോടെ ആയിരിക്കണം നമ്മളിത് കേൾക്കേണ്ടത്. റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന കിതാബ് സംഘടിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ അത് സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും. അതിൽ നോക്കിക്കൊണ്ട് തന്നെ ഹദീസിന്റെ ആശയങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അത് കഴിയുന്ന ആളുകളൊക്കെ കിതാബ് നോക്കി തന്നെ അത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുപോലെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ.
ഇൻഷാല്ലാഹ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ഒരു ഫാത്തിഹ നമുക്ക് ഓതിയിട്ട് തുടങ്ങാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ രചന തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അൽ വാഹിദി, ഏകനായ അള്ളാഹു. അൽ ഖഹാർ, സർവാധികാരിയായ, എല്ലാറ്റിന്റെയും അധികാരമുള്ളവനായ അള്ളാഹു. അൽ അസീസ്, പ്രതാപിയായ. അൽ ഗഫാർ, പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കിതാബിന്റെ ആദ്യ ആ മുഖവുര തന്നെ അവിടെ മുതൽക്ക് തന്നെ തുടങ്ങുകയാണ്. അപ്പൊ കുറച്ച് നമ്മൾ ഹദീസ് കേൾക്കാൻ ഒന്ന് അല്പം ക്ഷമിക്കണം. കാരണം ഒരു കിതാബ് തുടങ്ങുമ്പോ അത് മഹാനവറുകൾ തുടങ്ങിയ ആ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ള അതൊരു ബറക്കത്തിന് വേണ്ടി പറയുകയാണ്. മുകവ്വിറിൽ ലൈലി വന്നഹാർ അലൻ നഹാർ. മുകവ്വിറിൽ ലൈലി, രാത്രിയെ പ്രവേശിപ്പിക്കുന്നവൻ. അലൻ നഹാർ, പകലിന്റെ മേലിൽ. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പകലിന്റെ മേലിൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നത് എന്തിനാണ്? തദ്കിറത്തൻ, അത് ഉപദേശമായിട്ടാണ്. ഉലിൽ ഖുലൂബി വൽ അബ്സാർ, ബുദ്ധിശാലികളായ ആളുകൾക്കും അതുപോലെ തന്നെ അകക്കാഴ്ചയുള്ള ആളുകൾക്കും ഇതൊരു വലിയ ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രാപ്പകലുകളെ വ്യത്യാസപ്പെടുത്തുന്നവനാണ്. അത് റബ്ബിന്റെ ഒരു ഖുദ്റത്താണ്. രാപ്പകലുകൾ വ്യത്യാസപ്പെടുന്നത് സൂര്യചന്ദ്രന്റെ ചലനങ്ങൾ കൊണ്ടാണല്ലോ. അതിലേക്കാണ് മഹാനവറുകൾ ആദ്യമായി അള്ളാഹുവിനെ ചിന്തിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ നമ്മൾ ഓർക്കാൻ വേണ്ടി, അവൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ തുടങ്ങുന്നത്. ഫിർദൗസ് എന്താണ്? മൈക്ക് വേണോ? ഫിർദൗസ് കിതാബുണ്ട്. ഓക്കെ. അപ്പൊ മുകവ്വിറിൽ ലൈലി വൻ നഹാർ അലൻ നഹാർ. മുകവ്വിറിൽ ലൈലി, രാത്രിയെ പ്രവേശിപ്പിക്കുന്നവൻ. അലൻ നഹാർ, പകലിന്റെ മേലിൽ പ്രവേശിപ്പിക്കുന്നവൻ. ജസാക്കല്ലാഹു ഖൈറൻ. കിതാബ് ലഭ്യമാണ്. അപ്പോ അത് നിങ്ങൾ തുറന്നാൽ ഇൻഷാ അല്ലാഹ് കിതാബ് നിങ്ങൾക്ക് നോക്കി തന്നെ ഇൻഷാ അല്ലാഹ് ഈ വാചകങ്ങളൊക്കെ വായിക്കാവുന്നതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് നൽകുമാറാവട്ടെ. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ രാപ്പകലുകൾ വ്യത്യാസപ്പെടുത്തിയത്? അത് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. അവർക്കൊരു പാഠം ഇതിൽ ഉണ്ട് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. തീർച്ചയായും പാഠമുണ്ടല്ലോ. കാരണം ഒരു മനുഷ്യനെ കൊണ്ടും കഴിയാത്തതാണ്, ഒരു ശക്തിയെ കൊണ്ടും കഴിയാത്തൊരു കാര്യമാണ് ഈ രാപ്പകലുകളെ വ്യത്യാസപ്പെടുത്തുക എന്നുള്ള വിഷയം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അത് ചിന്തിക്കേണ്ടതാണ്. അവന്റെ എല്ലാ സമയവും പകലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? മുഴുവൻ സമയവും രാത്രിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
മനുഷ്യന് ഉന്മേഷം അത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല രാവിനെയും പകലിനെയും വ്യത്യാസപ്പെടുത്തി കൊണ്ടുവരികയാണ്. അത് തദ്കിറത്തൻ ലി ഉലിൽ ഖുലൂബി വൽ അബ്സാർ, ബുദ്ധിശാലികളായ ആളുകൾക്ക് അതിൽ വലിയ പാഠമുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നു. അതുപോലെ തന്നെ വതബ്സിറത്തൻ ലിദിൽ അൽബാബി വൽ ഇഅ്തിബാർ, വതബ്സിറത്തൻ ലിദവിൽ അൽബാബി വൽ ഇഅ്തിബാർ, ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന അതുപോലെ തന്നെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ അകക്കാഴ്ചയും അതിലുണ്ട്. എന്നിട്ട് പറയുന്നു അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു, ഐഖള, അവൻ ഉണർത്തി, മിൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്നും, മനിസ്തഫാഹു, അവൻ തെരഞ്ഞെടുത്ത ആളുകളെ ഉണർത്തി എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിൽ നിന്ന് ഉണർത്തി. അല്ലാഹു തആല ചില ആളുകൾക്ക് പ്രത്യേകമായ തൗഫീഖ് കൊടുത്തു. അത്തരം ആളുകളെ അല്ലാഹു തആല അശ്രദ്ധയിൽ നിന്ന് ഉണർത്തുകയും എന്നിട്ട് ഫസഹദഹും, അല്ലാഹു അവരെ പരിത്യാഗികളാക്കി, ഫീ ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ അവരെ ത്യാഗപൂർവം ജീവിക്കുന്നവരാക്കി. വശഗലഹും, അല്ലാഹു തആല അവരെ ജോലിയാക്കി, ബിമുറാഖബതിഹി, അല്ലാഹുവിന്റെ മുറാഖബത്ത് കൊണ്ട് ജോലിയാക്കി. എന്താണ് മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ? മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ ബിദവാമിൽ ഫിക്രി, ബിദവാമിൽ ഫിക്രി. മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുക. എന്ത് ചിന്തിക്കുക? അന്നല്ലാഹു സുബ്ഹാനഹു വ തആല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, നാദിറുൻ ലി അഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവൻ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ള ആ എപ്പോഴുമുള്ള ചിന്ത, ആ ചിന്തക്കാണ് മുറാഖബ എന്ന് പറയുന്നത്. ആ മുറാഖബയുമായി ജീവിക്കാനുള്ള അവസരം അല്ലാഹു തആല കൊടുത്ത ആളുകൾ. മാത്രമല്ല വ ഇദാമത്തിൽ ഇഫ്കാർ, അല്ലെങ്കിൽ വ ഇദാമത്തിൽ അഫ്കാർ, എപ്പോഴും ചിന്തയിലായിരിക്കുക. എന്ത് ചിന്തയിൽ? അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ, അതുപോലെ അവന്റെ സൃഷ്ടികളിൽ ചിന്തിച്ചുകൊണ്ട് കഴിയുക. അതിനും ചില ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിന്തിക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ചിന്തിക്കണം. അപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് ഹദീസിൽ കാണാം, തഫക്കറു ഫീ ആലാഇല്ലാഹ്, തഫക്കറു, നിങ്ങൾ ചിന്തിക്കണം, ഫീ ആലാഇല്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ചിന്തിക്കണം. വലാ തഫക്കറു ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു എങ്ങനെയാണ്, അവന് കൈയുണ്ടോ, കാലുണ്ടോ, മുഖമുണ്ടോ, അവൻ എവിടെയാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹിന്റെ ദാത്തിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഫക്കറു ഫിൽ ഖൽഖി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിങ്ങൾ ചിന്ത പായിപ്പിക്കണം. അള്ളാഹുവിന്റെ ഏതൊരു സൃഷ്ടിയെ കണ്ടാലും നമ്മൾ ചിന്തിക്കണം, അതിലെല്ലാറ്റിലും പാഠമുണ്ട് എന്നാണ്. എല്ലാ സൃഷ്ടികളിലും നിങ്ങൾ അതുകൊണ്ട് സൃഷ്ടികളിൽ ചിന്തിക്കണം. ഒരു ചെറിയ ചെടി കണ്ടാൽ ആ ചെടി എങ്ങനെയുണ്ടായി മനുഷ്യൻ ചിന്തിക്കണം. വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം എങ്ങനെയുണ്ടായി മനുഷ്യൻ ചിന്തിക്കണം. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ സൃഷ്ടിയായി ഏതെല്ലാം ഉണ്ടോ അതിലൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. വലാ തഫക്കറു ഫിൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ എവിടെയും എത്തുകയില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നക്കും ലാ തഖ്ദിറൂന ഖദ്റഹു,
അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ, അള്ളാഹുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബ് അള്ളാഹുവിന്റെ കാര്യത്തിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ചിന്ത എന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും എന്നാണ്. അൽ ഫിക്റത്തു, മഹാന്മാര് പറഞ്ഞതായി കാണാം, അൽ ഫിക്റത്തു അള്ളാഹുവിന്റെ സൃഷ്ടികളിലുള്ള ചിന്ത, തുദ്ഹിബുൽ ഗഫ്ല, അത് അശ്രദ്ധയെ ഇല്ലാതെയാക്കും. മനുഷ്യൻ എപ്പോഴും അശ്രദ്ധയിലാണ്. അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ല, ആഖിറത്തെ കുറിച്ച് ബോധമില്ല, മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല. ഇങ്ങനെ മനുഷ്യൻ ഏതോ ഒരു ലോകത്ത് സഞ്ചരിക്കുമ്പോൾ, അശ്രദ്ധയിലായി കഴിയുമ്പോൾ, ആ അശ്രദ്ധ മാറ്റി നിർത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഫിക്ർ എന്ന് പറയുന്നത്. ഫിക്ർ എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ കുറിച്ചുള്ള ടെൻഷനാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മളെ ഫിക്ർ അതിലാണ്. നമ്മളെ ജോലി നിലനിൽക്കുമോ, അല്ലേ? നാളത്തെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ മക്കളുടെ കാര്യം എന്താണ്? ഇങ്ങനെ തുടങ്ങി ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മുടെ ഫിക്റുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടിയെക്കുറിച്ചും ആ ചിന്ത തുദ്ഹിബുൽ ഗഫ്ല, അശ്രദ്ധനായിരിക്കുന്നതിനെ നീക്കിക്കളയും, അശ്രദ്ധയുണ്ടാവുന്നതിനെ നീക്കിക്കളയും എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണുന്നു. അതുപോലെ തന്നെ വതുഹദിസു ലിൽ ഖൽബിൽ ഖശിയ, നമുക്കൊക്കെ നിസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല, അതുപോലെ ദിക്ർ ചെല്ലുമ്പോൾ ഭക്തി കിട്ടുന്നില്ല, സ്വലാത്ത് ചെല്ലുമ്പോൾ ഭക്തി കിട്ടുന്നില്ല. പല ആളുകളുടെയും പരാതി അതാണ്. എന്നാൽ അതിനുള്ള മാർഗമായി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പല മാർഗങ്ങളും പഠിപ്പിച്ചു. നിവിധങ്ങൾ പഠിപ്പിച്ചത് മനുഷ്യൻ അള്ളാഹു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് തുഹദിസു ലിൽ ഖൽബിൽ ഖശിയ, ഹൃദയത്തിന് അത് ഭക്തിയുണ്ടാക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് മാത്രമല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഒരു റിപ്പോർട്ടിൽ കാണാം, ഫിക്റത്തു സാഅത്തിൻ, ഒരു മണിക്കൂർ നേരം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച്, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നത് ഖൈറും മിൻ ഖിയാമി ലൈല, ഒരു രാത്രി നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ, ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം ഒരു മണിക്കൂർ നേരം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കലാണ് എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാന യുർഫഉ ലഹു ഫീ കുല്ലി യൗമിൻ മിസ്ലു അമലി അഹ്ലിൽ അർളി, ഭൂലോകരുടെ, ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളും പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ മുഴുവൻ പ്രതിഫലം പോലെയുള്ള, അതിന് സമാനമായ പ്രതിഫലം എല്ലാ ദിവസവും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉയർത്തപ്പെടുന്നു. എല്ലാ ദിവസവും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭൂലോകരുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്ക് സമാനമായ പ്രതിഫലം കൊടുക്കുകയാണ്.
അതിന്റെ കാരണം എന്താണ്? ഖാലു, പണ്ഡിതന്മാര് പറഞ്ഞു, വ ഇന്നമാ കാന ദാലിക, നിശ്ചയം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്, അഥവാ ഭൂലോകരുടെ എല്ലാ ജനങ്ങളുടെയും പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദിനേന ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ലിത്തഫക്കുരി ഫീ ഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ മഹാനവറുകൾ ചിന്തിച്ചത് കാരണമായിട്ടാണ്. നോക്കൂ നിങ്ങൾ, അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തയിൽ നമുക്ക് ചിന്ത വേണം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതാണ് പറയുന്നത്. വശഗലഹും, അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു തആല ജോലിയാക്കി അത്തരം ആളുകളെ. ബിമുറാഖബത്തിഹി, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ധാരണയോടുകൂടെ ജീവിക്കാൻ. മാത്രവുമല്ല വ ഇദാമത്തിൽ അഫ്കാർ, എപ്പോഴും അള്ളാഹുവിന്റെ സൃഷ്ടികളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലും ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനും അതിനും അള്ളാഹു തആല തൗഫീഖ് നൽകി. അതുപോലെ തന്നെ മുലാസമത്തിൽ ഇത്യാൽ വൽ ഇദ്ദിക്കാർ, ഒരു പുത്തനുണർവ് ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമൊക്കെ അല്ലാഹു തആല പ്രത്യേകം ആളുകളെ തെരഞ്ഞെടുത്ത് ആ നിലക്ക് അവരെ ജോലിയാക്കി. വവഫഖഹും, ആ ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി. ലിദ്ദഊബി ഫീ ത്വാഅതിഹി, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ സ്ഥിരമായി നിൽക്കാൻ, സ്ഥിരമായി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി. വത്തഅഹുബി ലിദാരിൽ ഖറാർ, സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും വൽഹദരി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും മിമ്മാ യുസ്ഖിതുഹു, അല്ലാഹുവിനെ കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും തൗഫീഖ് നൽകി. അതുപോലെ തന്നെ വയൂജിബു ദാറൽ ബവാർ, നരകത്തെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്നും സൂക്ഷിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി. മാത്രവുമല്ല വൽ മുഹാഫളത്തി അലാ ദാലിക, ആ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുവാനും അല്ലാഹു തആല അള്ളാഹുവിന് ദേഷ്യമുണ്ടാകുന്ന, അള്ളാഹുവിനെ കോപിഷ്ഠനാക്കുന്ന കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നരക ശിക്ഷയ്ക്ക് വിധേയനാകുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു തആല പ്രത്യേകം തൗഫീഖ് നൽകി. അലാ മാ തഗായുരിൽ അഹ്വാലി വൽ അത്വാർ, സന്ദർഭങ്ങളൊക്കെ വ്യത്യാസമാകുന്നതോടുകൂടെ മനുഷ്യന് പല അവസ്ഥകളും ഉണ്ടാവും. ചിലപ്പോൾ രോഗമുണ്ടാകും, ചിലപ്പോൾ ദരിദ്രനാകും, അതേപോലെ തന്നെ തിരിച്ചുമുണ്ടാകും, ആരോഗ്യവാനാകും, ധനമുള്ളവനാകും. ഇങ്ങനെ പല സന്ദർഭങ്ങളും മനുഷ്യന് വന്നു ചേരും. എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ധനം തന്നാലും അതും അള്ളാഹിന്റെ പരീക്ഷണം, ദരിദ്രനാക്കിയാലും അള്ളാഹുവിന്റെ പരീക്ഷണം, രോഗം തന്നാലും അള്ളാഹിന്റെ പരീക്ഷണം, ആരോഗ്യം തന്നാലും അള്ളാഹുവിന്റെ പരീക്ഷണം, അറിവ് തന്നാലും അറിവ് നീക്കിക്കളഞ്ഞാലും എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇങ്ങനെ ഏത് അവസ്ഥ മനുഷ്യനുണ്ടോ ആ അവസരങ്ങളിലൊക്കെയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച് റബ്ബ് തആലാക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അതിന് തൗഫീഖ് കിട്ടിയ ആളുകൾ, ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഉണർത്തിയിരിക്കുന്നു എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അഹ്മദുഹു, ആ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇങ്ങനെ ചില അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് തൗഫീഖ് നൽകിയിട്ടുള്ള
ആ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഹംദൻ അഹ്മദുഹു, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അബ്ലഗ ഹംദിൻ, അബ്ലഗ ഹംദിൻ, ഏറ്റവും പൂർണ്ണമായ സ്തുതി സ്തുതിക്കുന്നു. വ അസ്കാ, മുന്തിയ സ്തുതിയും സ്തുതിക്കുന്നു. വ അശ്മലഹു, എല്ലാം സമ്മേളിച്ചതും സമ്മേളിച്ച സ്തുതിക്കലും സ്തുതിക്കുന്നു. വ അൻമാഹു, ഏറ്റവും ഉത്തമമായ സ്തുതിയും സ്തുതിക്കുന്നു. വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വ അശ്ഹദു, ഞാൻ സാക്ഷ്യം പെടുത്തുന്നു. അശ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാവുകൊണ്ട് വ്യക്തമായി പറയുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന്. അൽ ബർറു, അല്ലാഹു തആല വലിയ ഗുണം ചെയ്യുന്നവനാണ്. അൽ കരീമു, വലിയ മാന്യനാണ്. അങ്ങനെയുള്ള അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമായി പറയുന്നു. അർ-റഊഫു, വല്ലാത്ത കൃപയുള്ളവനാണ് ആ അല്ലാഹു. അർ-റഹീമു, പരലോകത്ത് വല്ലാത്ത കാരുണ്യവും ഉള്ളവനും ആണ് അല്ലാഹു തആല. വഅശ്ഹദു, അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു. അന്ന സയ്യിദന, നിശ്ചയം നമ്മുടെ നേതാവ്, മുഹമ്മദൻ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. ഹബീബുഹു, അല്ലാഹുവിന്റെ ഹബീബുമാണ്. ഖലീലുഹു, അല്ലാഹുവിന്റെ ഖലീലുമാണ്. ഇങ്ങനെയുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അൽ ഹാദി, അവിടുന്ന് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ആളാണ്. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക് ജനങ്ങളെ ചേർക്കുന്ന ആളാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രവുമല്ല വദ്ദായി, ക്ഷണിക്കുന്ന ആളുമാണ്. ഇലാ ദീനിൻ ഖവീം, കെട്ടുറപ്പുള്ള ഒരു മതത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു, മനസ്സിൽ വിശ്വസിച്ചതിന് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയുന്നു. സ്വലവാത്തുല്ലാഹി, അള്ളാഹുവിന്റെ ഗുണങ്ങൾ മുഴുവനും, വസലാമുഹു, അള്ളാഹുവിന്റെ രക്ഷയും, അലൈഹി, നബിതങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. വഅലാ സായിരിൻ നബിയീൻ, മറ്റെല്ലാ നബിമാരുടെ മേലിലും ഉണ്ടാകട്ടെ. വആലി കുല്ലിൻ, എല്ലാവരുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. വസായിരി സ്വാലിഹീൻ, മറ്റു എല്ലാ സജ്ജനങ്ങളുടെ മേലിലും അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ. അമ്മാ ബഅദ്, ബിസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം ഇനിയാണ് കിതാബ് തുടങ്ങാൻ പോകുന്നത്. വഖദ് ഖാല അല്ലാഹു തആല, നിശ്ചയം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ഭൂതവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാനവറുകൾ പറയാണ്. മാത്രവുമല്ല അള്ളാഹു വീണ്ടും പറയുന്നു, അള്ളാഹു വീണ്ടും പറയുന്നു, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മനുഷ്യ സമൂഹത്തെ അള്ളാഹു സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ജിന്നു സമൂഹത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. അവരെ മുഴുവനും പരിപാലിക്കുകയും ചെയ്യുന്നു, അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള അല്ലാഹു തആല, ആ റബ്ബ് പറയുന്നു, മാ ഉരീദു മിൻ റിസ്ഖിൻ,
മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, ഒരുങ്ങ ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല. അവർക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുക്കി കൊടുത്ത്, അവർക്ക് ജീവൻ കൊടുത്ത്, ഞാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും അവരോട് ആവശ്യപ്പെടുന്നില്ല. മാത്രവുമല്ല വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർക്ക് സ്വന്തമായി ഭക്ഷണം കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഭക്ഷണം തരാനും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ അവർക്കും അവർ ഭക്ഷണം കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ അരി നിങ്ങൾ കണ്ടെത്തണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളോട് ഇങ്ങനെ ആ റിസ്ഖിന്റെ കാര്യത്തിൽ അള്ളാനെ മറന്നുകൊണ്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് മഹാനവറുകൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരു ഹറാമായ രൂപത്തിൽ പണം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. കാരണം റബ്ബ് തരും. അപ്പൊ നമ്മൾ ആ നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. റബ്ബിന് പൊരുത്തപ്പെട്ട രൂപത്തിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ സമ്പാദിക്കേണ്ടത് എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് പറയുന്നത്. പിന്നെന്തിനാണ് നമ്മൾ ഹറാമും ഹലാലും ഒന്നും നോക്കാതെ ദുനിയാവിന്റെ പിന്നിൽ ഓടുന്നത് എന്ന ഒരു ആശയത്തിലേക്കാണ് മഹാനവറുകൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. വഹാദ തസ്രീഹുൻ, ഈ ആയത്ത് പഠിപ്പിക്കുന്നു, ഈ ആയത്ത് വ്യക്തമാക്കുന്നു, ബി അന്നഹും ഖുലിഖൂ, നിശ്ചയം മനുഷ്യവർഗവും ഭൂതവർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ലിൽ ഇബാദ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആയത്തുകൾ. ഫഹഖ അലൈഹിം, അതുകൊണ്ട് തന്നെ ഈ അവർക്ക് ബാധ്യതയായി വരുന്നു അൽ ഇഅ്തിനാഉ, ശ്രദ്ധയോടുകൂടെ ജീവിക്കൽ ബാധ്യതയാണ്. എന്ത്? ബിമാ ഖുലിഖൂ ലഹു, എന്തിനു വേണ്ടിയാണോ അവരെ സൃഷ്ടിച്ചത് ആ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ കൊണ്ടുവരൽ അവർക്ക് അനിവാര്യമാണ്. മാത്രവുമല്ല വൽ ഇറാദു, തിരിഞ്ഞു കളയുകയും വേണം അൻ ഹുദൂലിദ് ദുനിയാ, ദുനിയാവിന്റെ അംശങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ മൽപിടുത്തങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും വേണം. ബിസ്ഹാദ, എന്തുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞു കളയേണ്ടത്? പരിത്യാഗം കൊണ്ട്. പരിത്യാഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഉണ്ടാകുന്നതിനോട് ഒരിക്കലും തന്നെ എതിരല്ല, അല്ലെ? മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയായിൽ പറഞ്ഞത് കാണാം, വസ്ഹദ് വദാ ഫഖദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖദുൻ ലഹു തകു അഖലാ. വസ്ഹദ്, നീ പരിത്യാഗിയാകണം. പരിത്യാഗിയാവുക എന്ന് പറഞ്ഞാൽ പരിത്യാഗിയാവുക എന്ന് പറഞ്ഞാൽ ഫഖദുൻ ഇലാഖതു ഖൽബിക, നിന്റെ ആ ഹൃദയം ബന്ധിക്കാതിരിക്കുക എന്നതാണ്. ബിൽമാലി, സ്വത്തിനോട്, സമ്പത്തിനോട്, മുതലിനോട് വല്ലാത്ത ആർത്തി നിന്റെ മനസ്സിന് ഇല്ലാതിരിക്കുക എന്നതാണ്. ലാ ഫഖദുൽ ലഹു, സ്വത്തില്ലാതിരിക്കുക എന്നല്ല, പണമില്ലാതിരിക്കുക എന്നല്ല, പണം വേണ്ടെന്ന് വെക്കുക എന്നല്ല. പണം ജീവിതത്തിൽ ആവശ്യമാവും. പക്ഷേ ആ പണത്തോടുള്ള ആർത്തി അത് മാത്രമാകരുത് നിന്റെ മനസ്സിനെ വേട്ടയാടുന്നത്. എപ്പോഴും നിന്റെ മനസ്സ് അള്ളാഹുവിൽ ലയിച്ചതായിരിക്കണം. അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നിനക്കുള്ളത്. അതേ സമയത്ത് പണം നിന്റെ കയ്യിൽ വരുന്നു, പോകുന്നു, അതൊക്കെ എല്ലാം അത് നീ സമ്പാദിക്കുമ്പോഴും നിന്റെ കയ്യിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ നിന്റെ ചിന്ത അള്ളാഹുവിൽ ലയിച്ചതായിരിക്കണം. അപ്പോൾ നീ വാങ്ങുന്നത് അത് ഹലാലായ രൂപത്തിലായിരിക്കും, കൊടുക്കുന്നത് അത് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലായിരിക്കും. അപ്പോ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടായിരിക്കണം
റബ്ബുമായി ബന്ധപ്പെട്ടതായിരിക്കണം നിന്റെ കൽബ്. ആ നിലക്ക് നിനക്ക് പണം സ്വീകരിക്കാം, പണം ചെലവഴിക്കാം, അതിനൊന്നും വിരോധമില്ല. അതേ സമയത്ത് പണം, ആ ചിന്ത മാത്രം നിന്റെ മനസ്സിൽ വന്നാൽ അള്ളാഹുവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്താൽ അപ്പോൾ നീ അപകടത്തിൽ കുടുങ്ങിപ്പോകും. അതാണ് സുഹുദിന്റെ ഉദ്ദേശം. ഇപ്പൊ മഹാന്മാരായ അമ്പിയാക്കള് തന്നെ എത്രയോ വലിയ പണക്കാരുണ്ടല്ലോ, അല്ലെ? മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള വലിയ വലിയ പണക്കാരുണ്ട്. അതേപോലെ ഔലിയാക്കളിൽ തന്നെ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ പോലെയുള്ള വലിയ വലിയ പണക്കാരുണ്ട്. അവർക്കൊന്നും തന്നെ ഈ പരിത്യാഗത്തിന് അവരുടെ പണം ഒരിക്കലും തന്നെ എതിര് നിന്നിട്ടില്ല, വലങ്ങുതടിയായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണമില്ലാതിരിക്കുക എന്നതല്ല പരിത്യാഗത്തിന്റെ അടയാളം. മറിച്ച് പണമില്ലാത്തവരും ചിലപ്പോ ദുർമാർഗികളായി പോകുമല്ലോ. പണം ഉള്ളതോടുകൂടെ തന്നെ പണത്തിനോട് മനസ്സിൽ ആർത്തിയില്ലാതിരിക്കുക എന്നതാണ്. പണം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, പണം വരാം, പോകാം, എല്ലാം അള്ളാഹുവിൽ അവന്റെ മനസ്സ് തളച്ചിടപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് തന്നെ പണത്തോടല്ല അവന്റെ മനസ്സിന്റെ ബന്ധം, അള്ളാഹുവിനോടാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് സാഹിദ് അഥവാ ദുനിയാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ ഹഖ്ക ലിബ്നി ആദം, ലാ ഹഖ്ക ലിബ്നി ആദം, മനുഷ്യന് ഒരിക്കലും തന്നെ അവകാശപ്പെട്ടതല്ല, മനുഷ്യന് അവകാശപ്പെട്ടതല്ല ഇല്ലാ ഫീ സലാസ, 3 കാര്യത്തിൽ ഒഴികെ മനുഷ്യന് അവകാശമല്ല. ഒന്നാമത്തേത് തആമിൻ യുഖീമു ബിഹി സുൽബ, അവന്റെ മുതുക് നിവർത്തി നിൽക്കാനുള്ള ഭക്ഷണം അഥവാ ജീവിത നിലനിൽപ്പിനുള്ള ഭക്ഷണം, അതിന് അവന് അവകാശമുണ്ട്. അതേപോലെ തന്നെ വസൗബിൻ യുവാരി ബിഹി ഔറത്ത, അവന്റെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, അതിലും അവന് അവകാശമുണ്ട്. വബൈത്തിൻ യസ്കുനുഹു, അവന് താമസിക്കാൻ പറ്റിയ ഒരു വീട്, അതിനും അവന് അവകാശമുണ്ട്. ഫമാസാദ, അതിനേക്കാൾ കൂടുതൽ അവൻ സമ്പാദിക്കുന്നത് മുഴുവനും ഫഹുവ ഹിസാബ്, അത് കൂടുതൽ ഹിസാബ് ഇടപെടുന്ന, ഹിസാബിന് വിധേയമാക്കപ്പെടുന്ന കാര്യമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിലപ്പുറം സമ്പാദിക്കാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അതിനേക്കാൾ സമ്പാദിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് കൂടുതൽ ചോദ്യത്തിന് അവൻ അത് കാരണമായി വിധേയനാകും എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുംതു, ഞാൻ നിന്നു, അലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ ഞാൻ നിന്നു. ഫകാന ആമ്മത്തു മൻ ദഖലഹാ, അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള ബഹുഭൂരിഭാഗം ആളുകളുമായിരുന്നു അൽ മസാക്കീന, മിസ്കീന്മാരായിരുന്നു. സ്വർഗത്തിൽ പ്രവേശിച്ച ജദ്ദി, പണക്കാരായ ആളുകൾ, മുഹാസബൂൻ, അവര് ഹിസാബ് ചെയ്യപ്പെടുന്നവരാണ്. അവരെ ഹിസാബ് ചെയ്യപ്പെടുന്നവരാണ്. ആ സമയത്ത് ബഹുഭൂരിഭാഗം മിസ്കീന്മാരും സ്വർഗത്തിൽ പോയി കഴിഞ്ഞു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്തിന്റെ പേരിലാണ് അവർ ഹിസാബ് നേരിടേണ്ടി വരുന്നത്? യുഹാസബൂന അലാ അംവാലിഹിം, അവരുടെ സ്വത്തിന്റെ മേലിൽ അവര് ഹിസാബ് നേരിടുകയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.
അപ്പൊ മനുഷ്യന് എത്ര കണ്ട് സ്വത്തുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഹിസാബുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് അങ്ങനെ ഒരു സമ്പത്തുണ്ട് എന്നതുകൊണ്ട് അവന് പേടിക്കാനൊന്നുമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആളാണെങ്കിൽ അവന് വലിയ പുണ്യമുണ്ട്. അത്തരം ആളുകൾ അമ്പിയാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നാണ്. അപ്പോ വലിയ പവർ കിട്ടുന്നത് തന്നെയാണ്. തൽക്കാലം അവൻ അതിൽ നിന്ന് വിചാരണ ചെയ്യപ്പെടുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വരും എന്ന് മാത്രം. അവൻ നല്ല മാർഗത്തിൽ ചെലവഴിച്ചവനും നല്ല കാര്യങ്ങൾക്കൊക്കെ പണം കൊടുത്തവനുമാണെങ്കിൽ തീർച്ചയായും അതിന്റെ പുണ്യം അത് മറ്റൊന്ന് ഒരു വലിയ പുണ്യം തന്നെയാണ്. അമ്പിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള പദവിയിലേക്ക് എത്തുന്ന വലിയ പുണ്യമാണ് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്. അതേ സമയത്ത് സഹോദരന്മാരെ, ഹലോ, കേൾക്കുന്നില്ലേ? അപ്പൊ പണം ഉണ്ടാകുന്നത് ഒരിക്കലും തന്നെ നന്നായി ജീവിക്കുന്നതിന് എതിരല്ല. അതേ സമയത്ത് പണം തീരെയില്ലെങ്കിൽ ആ ദരിദ്രനായി മാറിയാൽ ഒരുപക്ഷെ അതും ചിലപ്പോൾ കുഫ്രിയത്തിലേക്ക് വരെ എത്തിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ആ പണം കൊണ്ട് മനുഷ്യൻ അത് നല്ല രൂപത്തിൽ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് വലിയ ഉന്നത പദവിയിലേക്ക് എത്താൻ കഴിയും, യാതൊരു സംശയവും ഇല്ല. അതിനെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കരുത് എന്ന് മാത്രം. മഹാനായ ഇമാം നവവി തങ്ങൾ പറയാണ്, വൽ ഇറാദു, തിരിഞ്ഞുകളയണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. വൽ ഇറാദു, തിരിഞ്ഞുകളയുക, അതും മനുഷ്യന് ബാധ്യതയാണ്. അൻ ഹുദൂദി ദുനിയ, ദുനിയാവിന്റെ അംശങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് അവൻ തിരിഞ്ഞുകളയണം. അത് അവന്റെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കരുത്. ബിസഹാദ, എന്തുകൊണ്ടാണ് തിരിഞ്ഞുകളയേണ്ടത്? പരിത്യാഗം കൊണ്ട് തിരിഞ്ഞുകളയണം. ഫഇന്നഹാ ദാറു നഫാദ്, കാരണം ദുനിയാവെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന വീടാണല്ലോ. ലാ മഹല്ലു ഇഖ്റാദ്, എന്നും താമസിക്കാൻ പറ്റിയ ഇടമല്ലല്ലോ. മഹാനവറുകൾ പറയാൻ. വമർക്കബു അബൂർ, അതുപോലെ തന്നെ വിട്ടുപോകുന്ന വാഹനമാണല്ലോ. ലാ മൻസിലു ഹുബൂർ, സന്തോഷത്തിന്റെ സ്ഥാനമല്ലല്ലോ. വിട്ടുകിടക്കുന്ന ഒരു വാഹനം പോലെയാണല്ലോ ദുനിയാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ നീ വഞ്ചിതനായി പോകണ്ട എന്ന് ഇമാം നവവി തങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, വമശ്റഉൽ ഫിസാം, മുറിഞ്ഞു പോകുന്ന സ്ഥാനമാണല്ലോ. ലാ മൗത്തിനു ദവാം, എന്നും താമസിക്കാൻ പറ്റിയ വീടല്ലല്ലോ, എന്നും താമസിക്കാൻ പറ്റിയ ഇടമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ഫലിഹാദ, അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഉണർന്ന് ചിന്തിക്കുന്ന ആളുകളായി, ഹുമുൽ ഉബ്ബാദ്, അവരൊക്കെ അള്ളാഹുവിന് ആരാധനയിലായി കഴിയുന്നവരായി, വഅഖലുന്നാസി ഫീഹാ, ദുനിയാവിലുള്ള ഏറ്റവും ബുദ്ധിശാലികളായ ആളുകളുമായി, ഹുമുസ്സുഹാദ്, അവർ സാഹിദീങ്ങളായി, പരിത്യാഗികളായി. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുകയാണ്, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ, വിഷയം ദുനിയാവിക ഈ ഐഹിക ജീവിതത്തിന്റെ ഉപമ, കമാഇൻ, അത് വെള്ളം പോലെയാണ്. എങ്ങനെയുള്ള വെള്ളം? അൻസൽനാഹു മിനസ് സമാ, ആകാശത്തു നിന്നും നാം ആ വെള്ളം ഇറക്കി. ഫഖ്തലത ബിഹി നബാതുൽ അർദ്,
അങ്ങനെ ആ വെള്ളം കൊണ്ട് ഭൂമിയിലുള്ള സസ്യങ്ങളൊക്കെ ഇടകലർന്നുണ്ടായി. മിമ്മായ കുലുന്നാസുവൽ അന്നാം, മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സസ്യലതാദികൾ ഭൂമിയിൽ ഇടകലർന്നുണ്ടായി. അങ്ങനെ ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഫ്റഫഹ, അങ്ങനെ ഭൂമി അതിന്റെ എല്ലാ മോടിയോടുകൂടെയും ഭൂമി അതിന് മോടി പ്രാപിച്ചു. വസയ്യനത്, അങ്ങനെ ഭൂമി അലങ്കൃതമായി. വവന്ന അഹ്ലുഹാ, ഈ ഭൂമിയിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കി ധരിച്ചു വെച്ചു, അന്നഹും ഖാദിറൂന അലൈഹാ, ഭൂമിയുടെ മേലിൽ നമുക്ക് കഴിയും, എന്തും ഭൂമിയിൽ നമുക്ക് വിളയിക്കാൻ പറ്റും, എന്തും ഭൂമി കൊണ്ട് നമുക്ക് വിളയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ വന്നുപോയി. അതാ ആ സമയത്ത് അതാഹ അമ്രുന, നമ്മുടെ ശിക്ഷയതാ ആ ഭൂമിക്ക് വരുന്നു. ലൈലൻ ഔ നഹാറാ, രാത്രിയോ പകലോ നമ്മുടെ ശിക്ഷ ആ ഭൂമിയിലേക്ക് വരുന്നു. ഫജഅൽനാഹ ഹസീദൻ, അങ്ങനെ ആ ഇടതൂർന്ന് വളർന്നുണ്ടായിട്ടുള്ള സസ്യങ്ങൾ മുഴുവനും ഫജഅൽനാഹ ഹസീദൻ, അത് കൊയ്തെടുക്കപ്പെട്ട രൂപത്തിൽ നാം ആക്കുകയും ചെയ്തു. അതെല്ലാം അവിടെ നിന്ന് കൊയ്തു മാറ്റപ്പെട്ട രൂപത്തിൽ നാം ആക്കി തീർത്തു. കഅല്ലം, ഇന്നലെ അതൊന്നും ഇല്ലാത്തതുപോലെ അങ്ങനെ എല്ലാം നാം ശിക്ഷയിലൂടെ നശിപ്പിച്ചു കളഞ്ഞു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, അപ്രകാരം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം വിവരിച്ചു തരുന്നു. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. വലിയൊരു പാഠമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. മനുഷ്യൻ ഒരുപക്ഷെ അവന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് തോന്നിയേക്കും, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ എന്റെ പണം നഷ്ടപ്പെടുകയില്ല, എന്റെ മറ്റു അനുഗ്രഹങ്ങളൊന്നും തന്നെ അല്ലാഹു തആല തിരിച്ചു പിടിക്കുകയില്ല എന്ന ചിന്തയോടുകൂടെ ജീവിക്കുമ്പോഴായിരിക്കും റബ്ബിന്റെ ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം അവനിലേക്ക് ഇറക്കപ്പെടുന്നത്. ആരോഗ്യം നശിച്ചേക്കാം, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടേക്കാം, അവന്റെ മറ്റു പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടേക്കാം, വലിയ ഉന്നതിയുള്ള വലിയ ജോലി അവനൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് അവന് എന്ത് കിട്ടിയ അനുഗ്രഹവും, ഏത് അനുഗ്രഹമായിരുന്നാലും ആ അനുഗ്രഹങ്ങൾ മുഴുവനും അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാതെ അതിൽ മതിമറന്നു പോകാതെ അനുഗ്രഹങ്ങളൊക്കെ ഒരിക്കലും തന്നെ അവൻ വിസ്മരിക്കാതെ അള്ളാഹുവിന്റെ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അതിന് നന്ദിയോടുകൂടെ തന്നെ അവൻ ജീവിക്കണം. കാരണം ഏത് സമയത്താണ് അള്ളാഹു അത് നീക്കം ചെയ്യുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റുകയില്ല. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയാണല്ലോ ഖാറൂൻ മുതലാളിയുടെ സംഭവം. ഖാറൂൻ മുതലാളിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ തന്നെ വിവരിച്ചിട്ടുള്ളതാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളിൽപ്പെട്ട ഖാറൂൻ, ആ ഖാറൂനിന് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തു, വലിയ സമ്പത്ത് കൊടുത്തു. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വിശാലതയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശക്തരായ എത്രയോ കുതിരകൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ. അദ്ദേഹത്തിന്റെ സമ്പത്തല്ല, ആ സമ്പത്ത് സൂക്ഷിച്ചിട്ടുള്ള ഖജനാവിന്റെ താക്കോൽ ചുമക്കാൻ 60 കുതിരകൾ. അത് എങ്ങനത്തെ കുതിരകൾ? ഉലിൽ ഖുവ്വ, ശക്തരായിട്ടുള്ള 60 കുതിരകൾ വേണം എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, 60 കുതിരകൾ, ശക്തരായിട്ടുള്ള കുതിരകൾ
ആ കുതിരകൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ ഓരോ ചാവി മാത്രം എടുക്കുകയാണെങ്കിൽ അത് വഹിക്കണമെങ്കിൽ 60 ശക്തരായ കുതിരകൾ വേണമെന്ന്. അത്രയും വലിയ പണം ഖാറൂൻ മുതലാളിക്ക് അള്ളാഹു കൊടുത്തു. അങ്ങനെ കൊടുത്ത് അഹങ്കാരത്തോടുകൂടെ അവൻ ജീവിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ ബനീ ഇസ്രായേലിനെയും ഒക്കെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് വഹി അറിയിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാറൂൻ മുതലാളിയെ ഉപദേശിച്ചു. പക്ഷേ കാര്യമുണ്ടായില്ല. നല്ലവരായ ജനങ്ങൾ, ആ ജനങ്ങൾ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തു. ഓ ഖാറൂൻ, നീ ഇങ്ങനെ അഹങ്കരിക്കരുത്. നിനക്ക് ഈ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും നീ നന്ദിയോടെ സ്മരിക്കുകയും അതിന് നീ നന്ദി കാണിക്കുകയും ചെയ്യണം. റബ്ബ് തആല തന്നിട്ടുള്ള ഈ അനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും അവൻ നീക്കിക്കളയും. അതുകൊണ്ട് തന്നെ ആ ബോധം നിന്റെ മനസ്സിനെ എപ്പോഴും വേട്ടയാടണം. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. നിനക്കല്ലാഹു നൽകിയതിൽ നിന്ന് നിന്റെ അവകാശം നിനക്കെടുക്കാം. നിനക്ക് ദുനിയാവിൽ ആവശ്യമായിട്ടുള്ളത് മുഴുവനും ഉപയോഗപ്പെടുത്താം. നീ അഹങ്കരിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെയൊക്കെ നിന്ദ്യരാക്കിക്കൊണ്ട് നീ ജീവിക്കരുത്. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, പാവപ്പെട്ട ആളുകൾക്ക് ധർമ്മം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലവരായ ആളുകൾ ഉപദേശിച്ചു നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. അവൻ പറഞ്ഞത്, എനിക്ക് സ്വത്തൊക്കെ തരുന്ന സമയത്ത് അള്ളാഹ്ക്ക് എന്നെ പറ്റി അറിയാലോ എന്നാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് എന്നെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്നെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനുണ്ടല്ലോ, എന്നിട്ടല്ലേ അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നത് എന്ന അഹങ്കാര വാക്കാണ് പിന്നെയും അവന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ അല്ലാഹു തആല അവനെയും അവന്റെ വീടിനെയും ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്നുള്ള സംഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയാണ് ദുനിയാവിന്റെ കഥ എന്ന് അള്ളാഹു നമുക്ക് അതിലെ ആ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഏത് നിമിഷവും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, ഏത് നിമിഷവും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാം, ഏത് നിമിഷവും നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹം കിട്ടിയാലും ആ അനുഗ്രഹങ്ങളൊക്കെ നന്ദിയോടുകൂടെ സ്മരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൽ ആയാതു ഫീ ഹാദൽ മാന കസീറത്തുൻ, ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ ധാരാളം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഇമാം നവവി തങ്ങൾ പറയുന്നു, വലഖദ് അഹ്സനൽ ഖായിലു, ഒരു കവി പറഞ്ഞത് വളരെ സുന്ദരമായ വാക്യമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന ഫല്ലഖുദ് ദുനിയ വഖാഫു ഫീതന നാദറു ഫീഹാ ഫലമ്മാ ആലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതന ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സൂഫുനാ. ഇന്നലില്ലാഹി നിശ്ചയം അള്ളാഹുവിനുണ്ട്, ഇബാദൻ ചില അടിമകളുണ്ട്, ഫുതന ബുദ്ധിശാലികളായ ചില അടിമകളുണ്ട്, അവർ ദുനിയാവിനെ തലാഖ് ചൊല്ലിയവരാണ്, ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവർ ജീവിക്കുന്നു എന്ന് മാത്രം. അവരുടെ ചിന്ത മുഴുവനും അള്ളാഹുവിൽ ലയിപ്പിച്ചവരാണ്. ദുനിയാവിൽ അവർ ജീവിക്കുമ്പോഴും ദുനിയാവുമായി ഇങ്ങനെ കെട്ടിമറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ അല്ല. വഖാഫു ഫിതന, ഈ ദുനിയാവിന്റെ ഫിത്തനയിൽ
കുടുങ്ങിപ്പോകുമോ എന്നവർ പേടിച്ചുപോയി. അങ്ങനെ നളറു ഫിഹാ ഫലമ്മ ആലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ. നളറു ഫിഹാ, ദുനിയാവിന്റെ ഈ കാര്യത്തിൽ അവർ ചിന്തിച്ചു. ദുനിയാവിന്റെ കാര്യത്തിൽ അവർ ചിന്തിച്ചപ്പോൾ ഫലമ്മ അലിമു, നിശ്ചയം അവർക്ക് ഉറപ്പായി, അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ, അത് ഒരു ജീവനുള്ള ആൾക്കും ഇവിടെ ഒരു പാർപ്പിടമല്ല എന്നോ, പിന്നെ ഏതെങ്കിലും ഒരു നിമിഷം ഇവിടെ നിന്ന് നീങ്ങിപ്പോകും മനുഷ്യൻ, ജീവനുള്ള ഏതൊരു വസ്തുവും ഇവിടെ നിന്ന് നീങ്ങിപ്പോകും എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ജഅലൂഹാ, ദുനിയാവിനെ അവര് ആക്കി ലുജ്ജത്തൻ, ഒരു ആഴക്കടലാക്കി. വത്തഖദൂ, എന്നിട്ട് അവർ ആക്കി സ്വാലിഹൽ അഅമാലി, നല്ല കർമ്മങ്ങൾ അവർ ആക്കി. ഫീഹാ, ആ ആഴക്കടയിൽ സുഫുന, കപ്പലുകളാക്കി. അപ്പൊ ആഴക്കടലാകുന്ന എപ്പോഴും ഫിത്നയിൽ കാറ്റും കോളുകൊണ്ടും പിന്നെ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഈ ആഴക്കടലാകുന്ന ദുനിയാവ്, അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ദുനിയാവ്. അവൻ ദുനിയാവിന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകും. അത് സമ്പത്തിനു വേണ്ടിയാകാം, അല്ലെങ്കിൽ പെണ്ണിനു വേണ്ടിയാകാം, അല്ലെങ്കിൽ അഭിമാനത്തിനു വേണ്ടിയാകാം, പല നിലക്കും ആകാം. പല നിലക്കുമാകാം. ഇങ്ങനെയൊക്കെ ദുനിയാവിന്റെ ചതിയിൽ വഞ്ചിതനായി പോകാൻ സാധ്യതയുണ്ട്. ദുനിയാവ് അതുകൊണ്ട് തന്നെ ആ ദുനിയാവിന്റെ ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ജീവിക്കണം. ആ ഫിത്നയാകുന്ന കാറ്റും കോളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ അവന്റെ സാലിഹായ നല്ല കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ പിന്നെ അവന്റെ കപ്പലായി സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കണം. അങ്ങനെയാണ് മുൻകാലത്തുള്ള മഹത്തുക്കളായ ആളുകൾ ജീവിച്ചത് എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് മഹാനായ ഇമാം നവവി തങ്ങൾ പറയുന്നു, ദുനിയാവിന്റെ അവസ്ഥ നമ്മൾ വിശദീകരിച്ചതാണെങ്കിൽ, വഹാലുന, നമ്മുടെ അവസ്ഥയും, വമാ ഖുലിഖ്നാ ലഹു, നമ്മളെ എന്തൊരു വിഷയത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ കാര്യവും, മാ ഖദ്ദംതുഹു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഫഹഖാലൽ മുക്കല്ലഫി, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യന് ബാധ്യതയാണ്, അയ്യദ്ഹബ ബിനഫ്സിഹി, അവന്റെ ശരീരം കൊണ്ട് അവൻ പോകണം, മദ്ഹബൽ അഖ്യാർ, പുണ്യവാളന്മാർ പോയ സ്ഥാനത്തേക്ക് പോകണം, പുണ്യവാളന്മാർ സഞ്ചരിച്ച സ്ഥാനത്തേക്ക് പോകണം. വയസ്ലുക്ക, അവൻ പ്രവേശിക്കണം, മസ്ലക്ക ഉലിന്നുഹാവൽ അബ്സാർ, അകക്കാഴ്ചയുള്ള ബുദ്ധിശാലികളായ ആളുകൾ സഞ്ചരിച്ച മാർഗത്തിൽ അവൻ പ്രവേശിക്കണം. വയതഅഹബ ലിമാ അശർതു ഇലൈഹി, വയതഅഹബ, അവൻ കൽബാണ് ത്വാഹ, അലിവിന്റെ മനസ്സുള്ള നൂറാണ് ത്വാഹ, അമറാണ് കുളിരാണ് കൽബാണ് ത്വാഹ, അലിവിന്റെ മനസ്സുള്ള. ചാർജ് തീർന്നു പോയതാണ്, അതാണ് പെട്ടെന്ന് ഡീസായി പോയത്.
വയതഅഹബ ലിമാ അശർതു ഇലൈഹി വയതഅഹബ, അതുപോലെ തന്നെ മുക്കല്ലഫായ മനുഷ്യൻ ഒരുങ്ങുകയും ചെയ്യണം ലിമാ അശർതു ഇലൈഹി, ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്യണം. വയഹ്തമ്മ, കാര്യഗൗരവത്തിൽ എടുക്കുകയും ചെയ്യണം. ലിമാ നബ്ബഹ്തു അലൈഹി, നാം ഉണർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. വഅസ്വബു തരീഖിൻ ലഹു ഫീ ദാലിക, ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാർഗം വഅർശദു മാ യസ്ലുകുഹു മിനൽ മസാലിക്കി, ഒരു മനുഷ്യന് ഈ നല്ല വഴിയിൽ പ്രവേശിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം അത്തഅദ്ദുബു ബിമാ സ്വഹ അൻ നബിയിനാ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ. അത്തഅദ്ദുബു, മര്യാദ പാലിക്കലാണ്, അദബ് പാലിക്കലാണ്. ബിമാ സ്വഹ അൻ നബിയിനാ, നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മര്യാദ പാലിക്കലാണ്. ആരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, അവിടുന്ന് ആദ്യത്തെ ആളുകളുടെയും ശേഷം വന്നിട്ടുള്ള പിൻഗാമികളുടെയും മുൻഗാമികളുടെയും എല്ലാവരുടെയും സയ്യിദാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രവുമല്ല വഅക്രമിസ് സാബിഖീന വല്ലാഹിഖീൻ, മുൻകാലത്തുള്ളവരുടെയും പിൻകാലത്ത് വന്നിട്ടുള്ളവരുടെയും അവരിൽ നിന്നൊക്കെ ഏറ്റവും മാന്യനും ഏറ്റവും തഖ്വയുള്ളവരുമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, സ്വലവാത്തുല്ലാഹി, അള്ളാഹുവിന്റെ ഗുണങ്ങൾ അത്രയും, വസലാമുഹു, അള്ളാഹുവിന്റെ രക്ഷയും, അലൈഹി, ആ നബിതങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ, വഅലാ സായിരിൻ നബിയീൻ, മറ്റെല്ലാ നബിമാരുടെ മേലിലും ഉണ്ടാവട്ടെ. വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വാ, വതആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കണം, അലൽ ബിർരി, നല്ല കാര്യത്തിന്റെ മേലിലും, വത്തഖ്വാ, തഖ്വയുടെ മേലിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹീഹായി വന്നിട്ടുണ്ടല്ലോ, അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന ഫീ ഔനി അഖീ, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിന്റെ സഹായം അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന ആശയം വരുന്ന ഹദീസ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നഹു ഖാല, മാത്രവുമല്ല നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ ദല്ല അലാ ഖൈരിൻ, ഒരു നന്മയുടെ മേലിൽ ഒരാൾ അറിയിപ്പ് കൊടുത്താൽ, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആ അറിയിപ്പനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം ഈ അറിയിപ്പ് കൊടുത്ത വ്യക്തിക്കും ലഭിക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രവുമല്ല വഅന്നഹു ഖാല, നബിതങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, മൻ ദഅ ഇലാ ഹുദൻ, ഒരാൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു, കാനലഹു, എന്നാൽ ആ ക്ഷണിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതാണ്, മിനൽ അജിരി, പ്രതിഫലമായി ലഭിക്കുന്നതാണ്, മിസ്ലു ഉജൂരി മൻ തബിഅഹു, ആ അറിയിപ്പനുസരിച്ച് അതിനെ തുടർന്നുകൊണ്ട് ആരെല്ലാം അത് കാര്യം ചെയ്തുവോ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾക്ക് സമാനമായ പ്രതിഫലം ഈ അറിയിപ്പ് കൊടുത്ത വ്യക്തിക്കും ലഭിക്കുന്നതാണ്. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈആ, അങ്ങനെ ആ അറിയിപ്പ് കൊടുത്ത വ്യക്തിക്ക് അത് ലഭിക്കുമ്പോൾ ഈ അറിയിപ്പനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രതിഫലം ഒരിക്കലും ചുരുങ്ങിപ്പോവുകയില്ല. അവർക്ക് ഒരിക്കലും തന്നെ കുറവ് വരാതെ തന്നെ ഈ അറിയിപ്പ് കൊടുത്ത വ്യക്തിക്ക്
അവരുടെ പ്രതിഫലം പോലെ പ്രതിഫലം, അതിന് സമാനമായ പ്രതിഫലം ലഭിക്കും എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രവുമല്ല വഅന്നഹു ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഅന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ അലി ഇബ്നു അബീ ത്വാലിബിൻ, അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞല്ലോ, യൗമ ഖൈബർ, ഖൈബർ ദിവസത്തിൽ. നിബിതങ്ങൾ ഖൈബർ ദിവസത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞതായി മറ്റൊരു റിപ്പോർട്ടിലുണ്ട്. ഇവിടെ മഹാനായ നബവി തങ്ങൾ പറയുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അത് ഖൈബർ ദിവസത്തിലാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നീ കാരണമായി അല്ലാഹു തആല ഒരാളെ സന്മാർഗത്തിലാക്കുന്നത് ഖൈറുൽ ലക, അത് നിനക്ക് ഉത്തമമാണ്, മിൻ ഹുമരിൻ നഅം, ചുവന്ന ഒട്ടകങ്ങളെക്കാൾ. അറബികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് അവരുടെ സമ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം, നീ കാരണമായി ഒരാൾ നന്നാവുന്നതാണ്, അള്ളാഹു ഒരാളെ സന്മാർഗത്തിലാക്കുന്നതാണ് എന്ന് നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഈ നല്ല കാര്യങ്ങളിലേക്ക് അറിയിപ്പ് കൊടുക്കുകയും നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങൾക്ക് ഒരു കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതായതുകൊണ്ട് ഫറഅയ്തു, ഞാൻ അഭിപ്രായപ്പെട്ടു, അൻ അജ്മഅ മുഖ്തസറൻ, ഒരു ചെറുകൃതി തയ്യാറാക്കാൻ ഞാൻ അഭിപ്രായപ്പെട്ടു, മിനൽ അഹാദീസ് സഹീഹ, സഹീഹായ ഹദീസുകൾ വെച്ചുകൊണ്ട് ഒരു ലഘുഗ്രന്ഥം, ഒരു ചെറുഗ്രന്ഥം ഒരുമിച്ച് കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാൻ അഭിപ്രായപ്പെട്ടു. മുസ്തമിലൻ, ആ ചെറുഗ്രന്ഥം അത് ഉൾപ്പെട്ടതായിരിക്കണം. എന്ത് ഉൾപ്പെടുത്തിയതായിരിക്കണം? അലാമാ യകൂനു തരീഖൻ ലി സാഹിബിഹി ഇലൽ ആഖിറ, അതിനെ ആ കിതാബിന്റെ സാഹിബിന്, ആ കിതാബിന്റെ സാഹിബ് കൊണ്ട് ഉദ്ദേശം ആ കിതാബ് ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ മഹാനായ ഇമാം നവവി തങ്ങൾ തന്നെയാകാം. ഏതായിരുന്നാലും രണ്ടും ഉദ്ദേശിക്കാവുന്നതാണ്. അലാമാ യകൂനു തരീഖൻ ലി സാഹിബിഹി, അത് ഈ കിതാബിന്റെ സാഹിബായ എന്നെ, നവവി തങ്ങൾ പറയാണ്, എനിക്കൊരു വഴിയായിരിക്കണം, ഇലൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കണം, ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കണം. അല്ലെങ്കിൽ ഈ കിതാബ് ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിക്ക് ആഖിറത്തിലേക്കുള്ള ഒരു മാർഗമായിരിക്കണം, അവിടെ രക്ഷ പ്രാപിക്കാനുള്ള ഒരു മാർഗമായിരിക്കണം. മുഹസ്സിലൻ, അത് മാത്രമല്ല അത് കരസ്ഥമാക്കി കൊടുക്കുന്നതുമാകണം, ആദാബിഹി, അവന്റെ മര്യാദകൾ മുഴുവനും, അൽ ബാത്തിനത്തി വല്ലാഹിറ, പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എല്ലാ അദബുകളെയും മര്യാദകളെയും. മാത്രവുമല്ല ജാമിയൻ, ഇത് ഉൾപ്പെടുത്തിയതുമായ എന്തിനെ? ലിത്തർഗീബി വത്തർഹീബ്, ലിത്തർഗീബി വത്തർഹീബ്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ ആഗ്രഹിപ്പിക്കലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആ ശിക്ഷയെ തൊട്ട് ഭയപ്പെടുത്തി അറിയിക്കലും, അത് രണ്ടും ഉൾപ്പെടുത്തിയതാകണം. വസാഇരി അൻവാഇ ആദാബിസ് സാലിക്കീൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളുടെ മര്യാദകൾ മുഴുവനും ഉൾപ്പെടുത്തിയതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥരചന നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിൻ അഹാദീസി സുഹുദി, സുഹുദിന്റെ അഥവാ പരിത്യാഗത്തിന്റെ ഹദീസുകൾ
വരിയാളാത്തിൽ നുഫൂസ്, അതുപോലെ തന്നെ ശാരീരികമായ പരിശീലനത്തിൻ്റെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ശാരീരികമായ ആത്മീയമായിട്ടുള്ള പരിശീലനത്തിൻ്റെ മാർഗങ്ങളും വെട്ടിത്തുറന്ന് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥരചന നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വതദ്ഹീബുൽ അഖ്ലാഖ്, അതുപോലെ തന്നെ സ്വഭാവങ്ങളൊക്കെ സ്ഫുടമാക്കുന്ന, അതിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള, അതിനൊക്കെ മതിയാകുന്ന ഒരു ഗ്രന്ഥരചന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വതഹാറത്തിൽ ഖുലൂബി വഇലാജിഹ, ഇതുപോലെ തന്നെ ഹൃദയശുദ്ധി വരുത്തുവാനും അതിന് ചികിത്സ നൽകുവാനുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഒരു ഗ്രന്ഥരചന നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത്. സിയാനത്തിൽ ജവാരിഹി വൈസാലത്തി എവിജാജിഹ, ഇതുപോലെ തന്നെ അവന്റെ അവയവങ്ങൾ സൂക്ഷിക്കുവാനും അത് വളഞ്ഞു പോകുന്നതിൽ നിന്ന്, അത് വളഞ്ഞു സഞ്ചരിക്കുന്നതിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുവാനും ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഗ്രന്ഥരചന നടത്തുന്നത്. വഹൈരിദാലിക്ക, ഇങ്ങനെയുള്ള ഇതല്ലാത്ത മറ്റു കാര്യങ്ങളും മിൻ മഖാസിദിൽ ആരിഫീൻ, അള്ളാഹുവിനെ നന്നായി അറിഞ്ഞിട്ടുള്ള മഹാന്മാർ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വഅൽതസിമു ഫീഹി, ഇതിൽ ഞാൻ നിർബന്ധം പാലിച്ചിട്ടുണ്ട്, ഈ കിതാബിൽ ഞാൻ നിർബന്ധം പാലിച്ചിട്ടുണ്ട്, അല്ല അദ്കുറ ഇല്ല ഹദീസൻ സഹീഹൻ, സഹീഹായ ഹദീസ് അല്ലാതെ പറയുകയില്ല എന്ന് നിർബന്ധം പാലിച്ചിട്ടുണ്ട്. മിനൽ വാളിഹാത്തി, വ്യക്തമായ ഹദീസുകളിൽ നിന്നും സഹീഹായ ഹദീസുകൾ മാത്രമേ പറയൂ എന്ന് ഞാൻ നിർബന്ധം പാലിച്ചിട്ടുണ്ട്. മുദാഫൻ ഇൽ കുതുബി സഹീഹ അൽ മശ്ഹൂറാത്ത്, പ്രസിദ്ധമായ സഹീഹായ ഗ്രന്ഥങ്ങളിലേക്ക് ചേർത്തിയിട്ട്, അഥവാ അതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സഹിയായ ഹദീസുകൾ മാത്രമേ ഇതിൽ പറയൂ എന്ന് നിർബന്ധം പാലിച്ചിട്ടുണ്ട്. വഉസദ്ദിറുൽ അബ്വാബ്, ഈ അധ്യായങ്ങൾക്ക് ആദ്യം ഞാൻ പറയും മിനൽ ഖുർആനിൽ അസീസ്, ഖുർആനിൽ നിന്ന് ബിആയാത്തിൻ കരീമാത്തിൻ, വലിയ മഹത്വമുള്ള ആയത്തുകൾ ഞാൻ ആദ്യം ഉദ്ധരിക്കും. എല്ലാ അധ്യായത്തിന്റെയും ആദ്യത്തിൽ വലിയ മഹത്വമുള്ള ഖുർആനിക ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുക. പിന്നെയോ വഅവശ്യഹുമാ യഹ്താജു ഇലാ ദബ്തിൻ ഔ ശർഹി മഅനൻ ഖഫീ അലൈ മഅനൻ ഖഫീൻ വഅവശ്യഹു, ഞാൻ വ്യക്തമാക്കും, മാ യഹ്താജു ഇലാ ദബ്തിൻ, ഫതഹും കസ്റും, അതാണ് ലബ്ത്ത്, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. മാ യഹ്താജു, ആവശ്യമുള്ളതൊക്കെ ഞാൻ വ്യക്തമാക്കും, ഇലാ ലബ്ത്തിൻ, ആവശ്യമുള്ളത് ഒന്നിരിക്കൽ ലബ്ത്താകാം. ലബ്ത്ത് എന്ന് പറഞ്ഞാൽ ഫതഹ് കസ്ർ ലമ്മ്, സാധാരണ പിന്നെ അങ്ങനെയല്ല പറയാ, റഫ് നസ്ബ് ജറ് അങ്ങനെയൊക്കെയാണ് പറയാ. അത് ഇവിടുത്തെ ഉദ്ദേശം സാധാരണക്കാർക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. ഫതഹ് കസ്ർ ലമ്മ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യമുള്ളതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഔ ശർഹി മഅനൻ ഖഫീൻ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അർത്ഥങ്ങൾ, പിന്നെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. ബിനഫാഇസ മിനത് തംബീഹാത്ത്, വളരെ അറിയൽ അത്യാവശ്യമായിട്ടുള്ള ചില ഉണർത്തലുകളും ഞാൻ നൽകുന്നുണ്ട്. വഇദാ ഖുൽതു ഫീ ആഖിരി ഹദീസിൻ, വഇദാ ഖുൽതു ഞാൻ പറഞ്ഞാൽ, ഫീ ആഖിരി ഹദീസിൻ ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞാൽ, മുത്തഫഖുൻ അലൈഹി എന്ന് ഞാൻ പറഞ്ഞാൽ, നബി തങ്ങൾ പറയാണ്, ഞാൻ ഒരു ഹദീസിന്റെ അവസാനത്തിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ, ഫമഅനാഹു, അതിന്റെ അർത്ഥം റവാഹുൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയും മുസ്ലിമും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വർജു, ഞാൻ ആഗ്രഹിക്കുന്നു, ഇൻ തമ്മ ഹാദൽ കിതാബ്, ഈ കിതാബ് പൂർണ്ണമാവുകയാണെങ്കിൽ,
അയ്യക്കൂന സായിഖൻ, അയ്യക്കൂന ഈ കിതാബ് ആകണമെന്ന്, സായിഖൻ അത് തെളിച്ചു കൊണ്ടുപോകുന്നതാകണമെന്ന്, അത് ഡ്രൈവറാകണമെന്ന്, അത് കൊണ്ടുപോകുന്നതാകണമെന്ന്, ലിൽ മുഅ്തനീ ബിഹി ഈ കിതാബിനെ കാര്യഗൗരവത്തിലെടുക്കുന്ന ശ്രദ്ധിക്കുന്ന ആളെ അത് കൊണ്ടുപോകണമെന്ന്, ഇലൽ ഖൈറാത്തി നന്മകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹായിസൻ ലഹു ആ മനുഷ്യനെ തടയുന്നതുമാകണം, അൻ അൻവാഇൽ ഖബാഇഹി മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും, വൽ മുഹ്ലികാത്തി അവനെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും മുഴുവനും അത് തടയുന്നതാകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വ അന ഞാൻ, സായിലുൻ ഞാൻ ചോദിക്കുന്നവനാണ്, അഖൻ ഒരു സുഹൃത്തിനോട്. എങ്ങനെയുള്ള സുഹൃത്ത്? ഇൻതഫഅ ബിശൈഇൻ മിൻഹു ഈ കിതാബിൽ നിന്ന് എന്തെങ്കിലും ഒരു നിലക്ക് ഉപകാരം കിട്ടിയിട്ടുള്ള സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അയ്യദുഉ വലി എനിക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്യണമെന്ന് നബി ഇമാമു പറയാണ്. നബി നമ്മൾ ആദ്യം തന്നെ ഫാത്തിഹ ഓതി തുടങ്ങാൻ കാരണം അതാണ്. നബി ഇമാമു പറയാണ്, അനസായിലുൻ ഞാൻ ചോദിക്കുകയാണ്, അഖൻ ഒരു സുഹൃത്തിനോട് ചോദിക്കുന്നു. എങ്ങനെയുള്ള സുഹൃത്ത്? ഇൻതഫഅ ബിശൈഇൻ മിൻഹു ഈ കിതാബിൽ നിന്ന് ഏതെങ്കിലും ഒരു നിലക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നു. അയ്യദുഉ വലി എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും, വമശായിഖി എന്റെ ഉസ്താദുമാർക്ക് വേണ്ടിയും, വസായിരി അഹ്ബാബിന്റെ സ്നേഹിതരായ മറ്റു എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും, വൽ മുസ്ലിമീന അജ്മഈൻ എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുകയാണ്. വഅലല്ലാഹിൽ കരീം വലിയ മാന്യനായ അള്ളാഹുവിന്റെ മേലാണ് ഇഅ്തിമാദി എന്റെ അവലംബം, വഇലൈഹി അവനിലേക്കാണ് തഫ്വീളി എന്റെ ഏൽപ്പിക്കൽ ബരമേൽപ്പിക്കൽ, വസ്തിനാദി എന്റെ ബരമേൽപ്പിക്കൽ എന്റെ എല്ലാം അള്ളാഹുവിലേക്കാണ്. വഹസ്ബി അല്ലാഹ് എനിക്ക് അള്ളാഹു മതി. വനിഅമൽ വക്കീൽ ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു തന്നെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. വലാ ഹൗല ദോഷത്തിൽ നിന്ന് തെറ്റലില്ല, വലാ ഖുവത നന്മ ചെയ്യാനുള്ള കഴിവുമില്ല, ഇല്ലാ ബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അൽ അസീസ് പ്രതാപിയായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അൽ ഹക്കീമി തന്ത്രശാലിയായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ദോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനോ അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കാനോ ഒരു കഴിവുമില്ല എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കിതാബ് തുടങ്ങുകയാണ്. അത് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച മുതൽ നമുക്ക് തുടങ്ങാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്നൊക്കെ ഇപ്പൊ നമ്മള് അതിന്റെ ആമുഖമായതുകൊണ്ട് വലിയ ഒരു ഒഴുക്കൊന്നും കൂടുതലില്ലാതെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഹദീസൊക്കെ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ചർച്ച ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല മഹാനായ നവവി തങ്ങളുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റിത്തരുമാറാവട്ടെ. നല്ലത് കേൾക്കാനും മനസ്സിലാക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി നല്ലവരോടുകൂടെ ഒത്തൊരുമിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅല